ഹായ് ഹലോ നമസ്കാരം, അപർണയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റായ സങ്ക് കോസ്റ്റിനെ പറ്റിയാണ് കേട്ടോ. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാലൊന്നുമല്ല, അതൊരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്. വിച്ച് മീൻസ് നമ്മൾ പാസ്റ്റിലെടുത്ത ഒരു ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ മുൻപെടുത്ത ഒരു ഡിസിഷൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു കോസ്റ്റുകളും നമ്മുടെ ഇപ്പോഴത്തെ ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് അല്ല, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് അല്ല. ആ ടൈപ്പ് ഓഫ് കോസ്റ്റ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറയും. ഈ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. സങ്ക് കോസ്റ്റ് ഫാലസി മീൻസ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ടൈമും മണിയും നമുക്കുള്ള റിസോഴ്സസും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുകയും അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലൊരു ലാഭമോ കാര്യങ്ങളോ ഒന്നും, വിചാരിച്ചത്ര നേട്ടങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇത് നമ്മളൊരു അബദ്ധമാണെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത് ചെയ്തതുകൊണ്ട് വീണ്ടും നമുക്ക് അതിൻ്റെ പുറത്ത് കോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തേണ്ടി വരുന്നു. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയാം കേട്ടോ. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ പറയണം, നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ എഫേർട്ടും നമ്മുടെ നമുക്കുള്ള എല്ലാ നല്ല കാര്യങ്ങളും അത്രയും പ്രതീക്ഷകളൊക്കെ ഇട്ടിട്ട് ഒരു റിലേഷൻഷിപ്പിലാവുകയാണ്. സോ അതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതൊരു ടോക്സിക് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നീടും നമുക്ക് വല്ലാണ്ടങ്ങ് ഇൻവോൾവ് ആയി പോയതുകൊണ്ട് നമുക്ക് വളരെ ഫേവറേറ്റ് ആയിപ്പോയി, നമുക്ക് പിരിയാൻ പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്നും വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. വീണ്ടും നമ്മുടെ എഫേർട്ടുകളെല്ലാം ഇട്ട് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയാം. ഞാനതൊരു ഡെയിലി ലൈഫ് എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച്.